എടാ എന്താടാ പരിപാടി? യെസ് ഗൈസ്, നമ്മൾ പുൽക്കൂട് വൃത്തിയാക്കാൻ പോവാണ് കേട്ടോ. ഒന്ന് മിനുക്കാൻ പോകണം. എല്ലാവർക്കും അപ്പോൾ ഹാപ്പി ക്രിസ്മസ് കേട്ടോ. ഇന്ന് ഹാപ്പി ക്രിസ്മസ് ആണ്. ഹാപ്പി ക്രിസ്മസ് ആണ്. യെസ്, അവനും പറയുന്നുണ്ട്. അവൻ എൻ്റെ കസിനാണ്. ഞങ്ങൾ കാണിച്ചു തരാം. ഈ ഞങ്ങളുടെ സെയിം പുൽക്കൂട് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ. ഇത് ലൈറ്റ് കളിച്ചിട്ട് രാത്രി നോക്കുമ്പോൾ നല്ല രസമാണ്. ഞാൻ രാത്രിയിലത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് അയക്കാം. ഇതാണ് കേട്ടോ നമ്മുടെ പുൽക്കൂട്. നമ്മൾ ഇന്നലെ ഉണ്ണിയേശിന് വെച്ചു കേട്ടോ. 12 മണിക്ക്. ഇവിടെയൊക്കെ ലൈറ്റാണ്. ഈ ലൈറ്റൊക്കെ ഓൺ ആക്കണം രാത്രി. അപ്പോൾ നല്ല രസമാണ് കേട്ടോ. ഇത് കണ്ടോ, നല്ല രസമാണ്. പിന്നെ ഇത് നമ്മളൊരു സ്റ്റാറും വെക്കുന്നുണ്ട് കേട്ടോ. എല്ലാത്തിലും നല്ല രസമാണ് ലൈറ്റ് കളിക്കുന്ന കാണാൻ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇതൊന്ന് ക്ലീൻ ആക്കാം. അപ്പോൾ നമുക്ക് ക്ലീൻ ആക്കിയാലോ? ഓക്കെ ഗൈസ്, ഇങ്ങനെ ക്ലീൻ ആക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കുളമൊക്കെ വെക്കണം. ഈ ഒരു കല്ല് തീ ഒന്ന് എടുത്ത് മാറ്റി കുറച്ച് പുല്ലൊക്കെ ഇതിലടി തൊഴുത്തല്ലേ, കുറച്ച് പുല്ലൊക്കെ ഇടണം. ഞാൻ കുറച്ച് പുല്ലൊക്കെ എടുത്തിട്ട് വരാം. പുല്ലൊക്കെ എടുക്കാൻ പോയിട്ടുണ്ട്. താഴെ ഇതെന്താണ് കളിക്കുന്നത്? നമ്മൾ ഈടോ ഇതെന്താണ് ഇതാരാണ്? ഇതാണ് നമ്മുടെ പുൽക്കൂടെന്ന് പറയുന്നത്. ഞാൻ മര്യാദയ്ക്ക് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഉണ്ണിയേശുവിൻ്റെ അടുത്ത് എല്ലാവരും സൈഡിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കണം ചെറുതായിട്ട്. പശുക്കളൊക്കെ കഴിക്കാനായിട്ട്. ഇന്ന് ക്രിസ്മസ് ആയിട്ട് നിങ്ങളെ ആകർഷിക്കുന്നുണ്ടോ? കമൻറ്റ് ചെയ്യണം. എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഒന്നും കിട്ടാറില്ല. നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. നമ്മൾ ഇനി കുറേ വീഡിയോസ് ഇടുമല്ലേ. നമ്മൾ ഗോസ്റ്റില്ല സിസ്റ്റേഴ്സ് ആയിട്ട് ഇടുമല്ലേ. നമുക്കൊരു സ്കൂളിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് കാണാം. അത് ഇങ്ങനെ ഒരു സ്കൂളിൽ ഇങ്ങനെ വരുന്ന ചേച്ചീനെ ടീച്ചറാക്കാം ഗൈസ്. ഓക്കെ അല്ലേ? നീ കുട്ടി ലീഡർ. അവൻ ഓൾറെഡി ലീഡറാണ് കേട്ടോ. എനിക്ക് ലീഡറാൻ പറ്റിയിട്ടില്ല. കുറച്ച് പുല്ലൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുളം സെറ്റ് ചെയ്യാം അല്ലേ? സൈഡിലായിട്ട് ചെറിയൊരു കുളം. ഗൈസ്, നമുക്ക് ഇത് തികഞ്ഞില്ല. നമുക്ക് പാർട്ട് 2 ആയിട്ട് വെക്കാം. നമുക്ക് കുളത്തിന് വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ വെക്കുന്നത്. ആരും കളിയാക്കല്ലേ ഗൈസ്. ഇത് മറ്റേ നമുക്ക് തികഞ്ഞില്ല. ഞാൻ പാർട്ട് 2 ആയിട്ടിടാണ് ഗൈസ്. ഇത് കണ്ടോ, ഉണ്ണിക്കല്ലാണ് ഗൈസ്. ഉണ്ണിക്കല്ലാണോ എന്ന് അറിയത്തില്ല. അതോ ഉണ്ണിക്കല്ലാണോ അതോ പാറക്കല്ലാണോ എന്ന് അറിയത്തില്ല. അതെ, ഉണ്ണിക്കല്ലാണ് ഗൈസ്. കണ്ടാലും അറിയാം. നമുക്കിത് എവിടെയെങ്കിലുമൊക്കെ വെക്കണ്ടേ, മലമുകളിൽ. പക്ഷെ എവിടെ വെക്കാം? എനിക്ക് സൈഡിലായിട്ട് വെച്ചോ ഗൈസ്. ഇപ്പോൾ നമുക്ക് പാർട്ട് 2 ആയിട്ടിടാം കേട്ടോ.